أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് മക്ക വിജയത്തെ തുടർന്ന് മദീനയിൽ തിരിച്ചെത്തിയതിനു ശേഷവും ചില സൈനിക നീക്കങ്ങൾ നടത്തേണ്ടതായി വന്നു. അവയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തേത് ഖൈസ് ബിൻ സഅദ് ബിൻ ഉബാദയുടെ നീക്കമാണ്. ഹിജ്റ 8-ാം വർഷത്തിൽ സദാ ഗോത്രത്തിற்கு നടന്ന ദൗത്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ജഹ്റാനയിൽ നിന്ന് മദീനയിൽ തിരിച്ചെത്തിയ ശേഷം ഇസ്ലാമിക പ്രബോധനത്തിനായി വിവിധ പ്രദേശങ്ങളിലേക്ക് സൈന്യങ്ങളെ അയച്ചു. യമൻ തലസ്ഥാനമായ സനായിലേക്ക് മുഹാജിർ ബിൻ അബി ഉമയ്യയെയും ഹസർമൗത്തിലേക്ക് സിയാദ് ബിൻ ലബീദിനെയും അയച്ചു. ഖൈസ് ബിൻ സഅദിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ തയ്യാറാക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 400 പേരുമായി ഖൈസ് ബിൻ സഅദിനെ യമനിലെ സദാ ഗോത്രത്തിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം നൽകാനായി അയച്ചു. സദാ ഗോത്രവുമായി യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചുവെന്ന് മറ്റൊരു അഭിപ്രായമുണ്ട്. ഈ രണ്ടാമത്തെ വിവരമാണ് ശരിയെങ്കിൽ, ആദ്യത്തെ നിവേദനമാണ് ശരിയായി തോന്നുന്നത്, ആ ഗോത്രത്തിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകാൻ പോകുന്നുവെന്ന വിവരം തിരുമേനി അറിഞ്ഞിരിക്കണം. അതിനാലാണ് ഇത്തരം ഒരു നടപടി അവിടുന്ന് കൈക്കൊണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദൗത്യത്തിനായി ഒരു വെളുത്ത പതാകയും ഒരു കറുത്ത കൊടിയും ഖൈസ് ബിൻ സഅദിന് നൽകി. അവർ കനാ താഴ്വരയുടെ ഒരു ഭാഗത്ത് താവളമടിച്ചു. കനാ മദീനയുടെയും ഉഹദിന്റെയും ഇടയിലുള്ള 3 താഴ്വരകളിൽ പ്രസിദ്ധമായ ഒരു താഴ്വരയാണ്. ഹസ്രത്ത് ഖൈസ് ഹസ്രജ് ഗോത്രത്തലവനായ ഹസ്രത്ത് സഅദ് ബിൻ ഉബാദയുടെ മകനും പ്രമുഖ സ്വഹാബിമാരിൽ ഒരാളുമായിരുന്നു. മക്ക വിജയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ ഉബാദയിൽ നിന്ന് പതാക തിരികെ വാങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മകനാണ് അത് നൽകിയത്. അദ്ദേഹം ദീർഘവീക്ഷണമുള്ളവനും ധീരനായ കുതിരപ്പടയാളിയുമായിരുന്നു. പരോപകാരത്തിലും അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. ഹസ്രത്ത് ഖൈസ് കനായിൽ തമ്പടിച്ചിരിക്കുമ്പോൾ സദാ ഗോത്രത്തിലെ സിയാദ് ബിൻ ഹാരിസ് അതുവഴി കടന്നുപോയി. അദ്ദേഹം കുറച്ചു മുമ്പ് ഇസ്ലാം സ്വീകരിച്ചിരുന്നു. തൻ്റെ ഗോത്രത്തെ ആക്രമിക്കാൻ വേണ്ടിയാണ് ഈ സൈന്യം പോകുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ആശ്ചര്യപ്പെടാതിരുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഈ ഗോത്രം മുസ്ലിങ്ങളെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനുള്ള മറുപടിയാണ് ഇതെന്നും അദ്ദേഹത്തിന് തീർച്ചയായും അറിയാമായിരുന്നു. ഏതായാലും തൻ്റെ ഗോത്രം ആക്രമിക്കപ്പെടാൻ പോവുകയാണെന്നറിഞ്ഞ അദ്ദേഹം അവിടുന്ന് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ഹാജരായിക്കൊണ്ട് അഭ്യർത്ഥിച്ചു, അങ്ങ് അയച്ച സൈന്യത്തെ തിരികെ വിളിച്ചാലും എൻ്റെ സമുദായത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങേക്ക് ഉറപ്പു തരാം. അവർ ഇസ്ലാം സ്വീകരിക്കുന്നതാണെന്ന് ഞാൻ വാക്കു തരുന്നു. അതായത് അവർ മുസ്ലിങ്ങൾ ആക്രമിക്കുകയില്ലെന്നും അവർക്ക് കോട്ടമൊന്നും വരുത്തുകയില്ലെന്നുമാണ് ഒന്നാമത്തെ ഉറപ്പ്. രണ്ടാമത്തെ ഉറപ്പാകട്ടെ അവർ ക്രമേണ ഇസ്ലാം സ്വീകരിച്ചു കൊള്ളാം എന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അപേക്ഷ സ്വീകരിച്ച് സൈന്യത്തെ തിരികെ വിളിച്ചു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ അയച്ചത് പ്രദേശങ്ങൾ വെട്ടിപ്പിടിക്കാനോ ജനങ്ങളെ കീഴ്പ്പെടുത്താനോ ഉദ്ദേശിച്ചായിരുന്നില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മറിച്ച് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കാനായിരുന്നു അയച്ചത്. മുസ്ലിങ്ങളുടെ സംരക്ഷണമായിരുന്നു ഉദ്ദേശം. സിയാദ് ബിൻ ഹാരിസ് താൻ ചെയ്ത വാഗ്ദാനം ചെയ്തു കാണിച്ചു. ആ ഗോത്രത്തിലെ ആളുകൾ ക്രമേണ ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരുന്നു. നിർബന്ധിച്ച് മതം മാറ്റാനാണ് ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ ക്രമേണ മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിക്കാൻ അനുവാദം നൽകുമായിരുന്നില്ല. ഒന്നിൽ ഇസ്ലാം സ്വീകരിക്കുക അല്ലെങ്കിൽ വാളെടുത്തുകൊള്ളുക എന്ന് തീർത്തും പറയുമായിരുന്നു. ഏതായാലും അതിനുശേഷം അദ്ദേഹം ക്രമേണ തബ്ലീഗ് ചെയ്തപ്പോൾ അവർ ഇസ്ലാം സ്വീകരിച്ചു. എന്നാൽ ആക്രമിച്ച് ബലാത്കാരേണ മുസ്ലിമാക്കുക എന്നത് ഇസ്ലാമിക അധ്യാപനങ്ങൾക്കെതിരാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യക്കും എതിരാണത്. അവർ ഇസ്ലാം സ്വീകരിച്ചതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹസ്രത്ത് സിയാദിനെ തന്നെ അവരുടെ അമീറായി നിയമിച്ചു. കൂടാതെ ആ ഗോത്രക്കാർക്ക് ഒരു സുരക്ഷാ പത്രികയും എഴുതി നൽകി. എല്ലാവരും മുസ്ലിങ്ങളായിരുന്നെങ്കിൽ സുരക്ഷാ പത്രികയുടെ ആവശ്യമില്ലായിരുന്നു. അതിനാൽ അവരിൽ ചിലർ അപ്പോഴും മുസ്ലിങ്ങളാകാത്തതിനാലാണ് അത് എഴുതിയത്. ബനു തമീം ഗോത്രത്തിലേക്ക് ഉയൈന ബിൻ ഹിസൻ ഫസാരിയുടെ സൈനിക നീക്കത്തെക്കുറിച്ചും വിവരണം ലഭിക്കുന്നു. ഹിജറ 9-ാം വർഷം മുഹറം മാസത്തിൽ ബനു തമീം ഗോത്രത്തിനെതിരെ ഹസ്രത്ത് ഉയൈന ബിൻ ഹിസന്റെ നേതൃത്വത്തിൽ ഈ ദൗത്യം നടന്നു. ഇതിന്റെ പശ്ചാത്തലം ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ബിശ്ർ ബിൻ സുഫിയാനെ ഖുസാ ഗോത്രത്തിലെ ബനു കാബ് ശാഖയിലേക്ക് സകാത്ത് ശേഖരിക്കാനായി അയച്ചു. ഇവർ സുഖ്യാനും ബനു തമീമിന്റെ പ്രദേശത്തിനും ഇടയിലാണ് താമസിച്ചിരുന്നത്. ഹസ്രത്ത് ബിശ്ർ ബിൻ സുഫിയാന്റെ നിർദ്ദേശപ്രകാരം ബനു ഖുസായക്കാരുടെ സകാത്ത് എല്ലാ ഭാഗത്തു നിന്നും ശേഖരിക്കാൻ തുടങ്ങി. അപ്പോൾ മുസ്ലിങ്ങളല്ലാത്ത ബനു തമീം ഗോത്രക്കാർക്ക് ഈ ധനം കൂടുതലായി തോന്നി. അയാൾ എന്തിനാണ് ഞങ്ങളുടെ ധനം അന്യായമായി എടുക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവർ വാളുകൾ എടുത്തു. ഖുസാ ഗോത്രക്കാർ പറഞ്ഞു, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞതാണ്. ഇത് ഞങ്ങളുടെ മതത്തിന്റെ കൽപ്പനയാണ്. ഞങ്ങൾ നൽകുന്നതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്നാൽ ഈ ബിശ്ർ ബിൻ സുഫിയാന് ഒരു ഒട്ടകത്തിന്റെ അടുത്ത് പോലും എത്താൻ കഴിയില്ല എന്ന് ബനു തമീം ഗോത്രക്കാർ പറഞ്ഞു. ഈ തർക്കവും കലഹവും കണ്ടപ്പോൾ ബിശ്ർ ബിൻ സുഫിയാൻ സകാത്തൊന്നും ശേഖരിക്കാതെ മടങ്ങിപ്പോയി. ഇത് ഖുസാ ഗോത്രക്കാർക്ക് വലിയ വിഷമമുണ്ടാക്കി. അവർ ബനു തമീമിനെ ആക്രമിക്കുകയും അവരെ അവിടുന്ന് പുറത്താക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കളായിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം നഗരങ്ങളിലെത്താൻ കഴിയുമായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ സക്കാത്ത് തടഞ്ഞതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്കൊരു പരീക്ഷണം നേരിടേണ്ടി വരും. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയെ അവഗണിക്കുകയും നമ്മുടെ സമ്പത്തിന്റെ സക്കാത്ത് വാങ്ങുന്നത് തടയുകയും ചെയ്തിരിക്കുന്നു എന്നും ഖുസാ ഗോത്രക്കാർ പറഞ്ഞു. മറുഭാഗത്ത് ഹസ്രത്ത് ബിശ്ർ ബിൻ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ ഗോത്രത്തെ ആര് ഒരു പാഠം പഠിപ്പിക്കും? ആദ്യം തന്നെ ഹസ്രത്ത് ഉയൈന ബിൻ ഹിസൻ ലബ്ബൈക്ക് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 50 കുതിരപ്പടയാളികളോടൊപ്പം ഹസ്രത്ത് ഉയൈന ബിൻ ഹിസനെ ബനു തമീമിന്റെ അടുത്തേക്ക് അയച്ചു. ഈ സംഘത്തിൽ മുഹാജിറുകളോ അൻസാറുകളോ ആരും ഉൾപ്പെട്ടിരുന്നില്ല. ഉയൈന തന്റെ കൂട്ടരുമായി രാത്രി യാത്ര ചെയ്യുകയും രാവിലെ മറിഞ്ഞിരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ബനു തമീം തമ്പടിക്കുകയും കന്നുകാലികളെ മേയ്ക്കുകയും ചെയ്യുന്ന മരുഭൂമിയിലെത്തി. ഈ സൈന്യത്തെ കണ്ടപ്പോൾ ബനു തമീം എല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോയി. അവരുടെ 11 പുരുഷന്മാരെയും 11 സ്ത്രീകളെയും 30 കുട്ടികളെയും ബന്ദികളാക്കി മദീനയിലേക്ക് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം ഇവരെ ഹസ്രത്ത് റംലാം ബിൻത്ത് ഹാരിസിന്റെ വീട്ടിൽ താമസിപ്പിച്ചു. പിന്നീട് ബനു തമീമിലെ 80-90 പ്രമുഖർ അടങ്ങുന്ന ഒരു പ്രതിനിധി സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. ആ സംഘത്തിൽ ഗോത്രത്തിലെ പ്രഗത്ഭരായ കവികളും പ്രഭാഷകരും ഉണ്ടായിരുന്നു. സുഹർ നമസ്കാരത്തിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരിക്കുമ്പോൾ അവർ പള്ളിയിലെത്തി.
ളുഹർ നമസ്കാരത്തിനായി ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരിക്കുമ്പോഴാണ് അവർ പള്ളിയിലെത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുന്നുവെന്ന് കരുതി അവരിൽ ചിലർ അവിടുത്തെ മുറിയുടെ അടുത്തുപോയി ഉച്ചത്തിൽ പറഞ്ഞു, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വെളിയിൽ ഞങ്ങൾ അടുത്തേക്ക് വരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വന്ന് അവരുമായി സംഭാഷണം നടത്തി. ശേഷം അവിടുന്ന് ളുഹർ നമസ്കാരം നിർവഹിച്ചു. നമസ്കാര ശേഷം പള്ളിയുടെ മുറ്റത്തിരുന്നു. പ്രതിനിധി സംഘത്തിന്റെ നേതാവ് പറഞ്ഞു, ഞങ്ങൾക്ക് കവിതയിലും പ്രസംഗത്തിലും അങ്ങേക്കാൾ പ്രാഗൽഭ്യം, അതായത് കവിതയിലും പ്രഭാഷണ കലയിലും നിഷ്ണാതത്വം ഏത് സമുദായക്കാർക്കാണെന്നറിയാൻ മത്സരത്തിനൊരുക്കമാണ് എന്നവർ പറഞ്ഞു. മികച്ച കവികളും വാഗ്മികളും ഉണ്ടെന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കവിതയിലും വാഗ്മിത്വത്തിലും അഭിമാനം കൊള്ളുകയല്ല എൻ്റെ നിയോഗ ലക്ഷ്യം. കവിതയും പ്രഭാഷണവും വാഗ്വൈഭവവും അഭിമാനപൂർവ്വം അവതരിപ്പിക്കാനല്ല ഞാൻ വന്നത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. എങ്കിലും നിങ്ങൾ അതിനാണ് വന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അതിന് മറുപടി നൽകാം. പ്രതിനിധി സംഘം അവരുടെ പ്രഭാഷകനായ അതാരിദ് ബിൻ ഹാജിബിനെ മുന്നോട്ട് നിർത്തി. അദ്ദേഹം പ്രസംഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറയാൻ ഹദ്റത്ത് സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസിനോട് പറഞ്ഞു. അദ്ദേഹം മികച്ച നിലയിൽ പ്രസംഗം നടത്തുകയുണ്ടായി. അത് ശത്രുവിൻ്റെ പ്രസംഗത്തെ കവച്ചുവെച്ചു. ആ സമയത്ത് ഹദ്റത്ത് ഹസാൻ ബിൻ സാബിത്ത് സദസ്സിലുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അദ്ദേഹത്തെ വിളിപ്പിച്ചു. അതിനുശേഷം പ്രതിനിധി സംഘത്തിലെ കവിയായ സിബർ ഖാൻ ബിൻ ബദർ തൻ്റെ കവിതകൾ അവതരിപ്പിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസാനോട് ആ കവിതകൾക്ക് മറുപടിയായി തൻ്റെ കവിതകൾ അവതരിപ്പിക്കാൻ പറഞ്ഞു. ഹസ്രത്ത് ഹസാൻ അതിന് ഉടനടി മറുപടി നൽകുകയുണ്ടായി. ഹസ്രത്ത് ഹസാൻ കവിത നിർത്തിയപ്പോൾ പ്രതിനിധി സംഘത്തിലെ അംഗങ്ങൾ പരസ്പരം കൂടിയിരുന്ന് സംസാരിച്ചു. അവരോടൊപ്പം വന്ന അഖ്റ ബിൻ ഹാബിസ് ആത്മാർത്ഥമായ നിലയിൽ ഒരു വിലയിരുത്തൽ നടത്തി. അതായത് അവരുടെ പ്രഭാഷകൻ ഞങ്ങളുടെ പ്രഭാഷകനേക്കാൾ മികച്ചവനാണ്, അവരുടെ കവി ഞങ്ങളുടെ കവിയേക്കാൾ എത്രയോ ഉന്നതനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അവർ നമ്മളെക്കാൾ എത്രയോ മുന്നിലാണ്. തുടർന്ന് എല്ലാം അവസാനിച്ചതിന് ശേഷം എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. ചില നിവേദനങ്ങൾ അനുസരിച്ച് ഹദ്റത്ത് അഖ്റ ബിൻ ഹാബിസ് കുറച്ചു മുമ്പ് ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അദ്ദേഹം പ്രതിനിധി സംഘത്തോടൊപ്പം വീണ്ടും വന്നതായിരുന്നു. ബനു തമീം ഇസ്ലാം സ്വീകരിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ബന്ദികളെ തിരികെ നൽകുകയും എല്ലാവർക്കും പാരിതോഷികങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു. ഒരു നിവേദനം അനുസരിച്ച് പ്രതിനിധി സംഘത്തിലെ ഓരോ വ്യക്തിക്കും 500 ദിർഹം വീതം നൽകുകയുണ്ടായി. പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്ന അതാരിദ് ബിൻ ഹാജിബ് അദ്ദേഹത്തെക്കുറിച്ച് മുമ്പ് പരാമർശിച്ചിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പുതപ്പ് സമ്മാനമായി നൽകി. അത് പേർഷ്യൻ രാജാവ് കിസ്ര അദ്ദേഹത്തിന് നൽകിയതായിരുന്നു. ഇത് സ്വർണം കൊണ്ട് അലങ്കരിച്ച വളരെ മികച്ച പട്ടുവസ്ത്രമായിരുന്നു എന്ന് പറയപ്പെടുന്നു. സ്വഹാബികൾ ആ വസ്ത്രത്തിന്റെ മൃദുലതയും ഭംഗിയും കണ്ട് അത്ഭുതപ്പെടുകയും കൈകൊണ്ട് തൊട്ട് നോക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നിങ്ങൾ ഈ പുതപ്പിൽ ഇത്രയധികം അത്ഭുതപ്പെടുകയാണോ? സ്വർഗത്തിൽ സഅദിന്റെ പുതപ്പുകൾ ഇതിനേക്കാൾ വളരെ മൃദുവായിരിക്കും, വളരെ മികച്ചതുമായിരിക്കും. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഈ സംഭവത്തെക്കുറിച്ച് ഒരു പൊതുവായ അഭിപ്രായം നൽകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരിടത്തു നിന്ന് കുറച്ച് പട്ടുവസ്ത്രങ്ങൾ സമ്മാനമായി വന്നു. ചില സഹാബികൾ അവയുടെ മൃദുത്വവും മിനുസവും കണ്ട് അത്ഭുതത്തോടെ സംസാരിക്കുകയും അതിനെ ഒരു അസാധാരണ വസ്തുവായി കാണുകയും ചെയ്തു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ മൃദുത്വത്തിൽ അത്ഭുതപ്പെടുന്നുവോ? അള്ളാഹുവാണ്, സ്വർഗത്തിൽ സാദിൻ്റെ പുതപ്പുകൾ ഇതിനേക്കാൾ എത്രയോ മൃദുവായിരിക്കും, വളരെ മികച്ചതുമായിരിക്കും. ഒരു ആലങ്കാരിക രൂപത്തിലാണ് അവിടുന്ന് ഇങ്ങനെ അരുളിയത്. അതിലൂടെ സാദിന് സ്വർഗത്തിൽ ലഭിക്കുന്ന സുഖസൗകര്യത്തെ സൂചിപ്പിക്കുകയായിരുന്നു തിരുമേനി ചെയ്തത്. അതേസമയം ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാവുന്ന തത്വം സ്വർഗീയ അനുഗ്രഹങ്ങളെ ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളുമായി താരതമ്യം ചെയ്യാനാവില്ല എന്നതാണ്.
സ്വർഗീയ അനുഗ്രഹങ്ങളെ നമ്മുടെ സാങ്കേതിക ഭാഷയിൽ ഭൗതികമെന്ന് വിളിക്കാനാവില്ല. ഖുർആനിലും ഹദീസുകളിലും പറഞ്ഞിട്ടുള്ള വാക്കുകൾ അനുഗ്രഹങ്ങളുടെ പാരമ്യതയെ സൂചിപ്പിക്കാനുള്ള രൂപകങ്ങളും ഉപകങ്ങളും മാത്രമാണ്. അടുത്ത സൈനിക നീക്കം ഖുത്ബ ബിൻ ആമിറിൻ്റെതാണ്. ഹിജ്റ 9-ാം വർഷം സഫർ മാസത്തിൽ ഈ ദൗത്യം നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 പേരോടൊപ്പം ഖുത്ബ ബിൻ ആമിറിനെ ഹസ്മ ഗോത്രത്തിലേക്ക് അയച്ചു. ഒരു നിവേദനം അനുസരിച്ച് കബാലയിലേക്കാണ് അയച്ചത്. യമനിലേക്കുള്ള വഴിയിലെ തിഹാമ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് കബാല. ഇത് മക്കയിൽ നിന്ന് ഏകദേശം 8 ദിവസത്തെ ദൂരമുണ്ട്, അതായത് ഏകദേശം 156 മൈൽ. മറ്റൊരു നിവേദനം അനുസരിച്ച് ബീഷയുടെ സമീപത്തേക്കാണ് അയച്ചത്. അദ്ദേഹത്തോട് പെട്ടെന്ന് ആക്രമിക്കാൻ കൽപ്പിക്കുകയുണ്ടായി. ഈ ഗോത്രം എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിരിക്കാം. വഴിയിൽ വെച്ച് അവർ ഒരു വ്യക്തിയെ പിടികൂടി. അയാളോട് ചോദിച്ചപ്പോൾ തനിക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന് അയാൾ നടിച്ചു. എന്നാൽ അവർ ഗോത്രത്തിനടുത്തെത്തിയപ്പോൾ ആ വ്യക്തി ഉറക്കെ നിലവിളിച്ച് തൻ്റെ ഗോത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകാൻ ശ്രമിച്ചു. ഈ വഞ്ചന കാരണം അയാളുടെ കഥ കഴിച്ചു. ഗോത്രക്കാർ ജാഗരൂകരായിരുന്നതിനാൽ അവർ രാത്രിയാവാൻ കാത്തുനിന്നു. ഇരുട്ട് പരന്നപ്പോൾ മുസ്ലിങ്ങൾ അവരെ ആക്രമിച്ചു. ഘോര യുദ്ധം തന്നെ നടന്നു. ഇരുപക്ഷത്തും ധാരാളം പേർക്ക് പരിക്കേറ്റു. എതിർഗോത്രത്തിലെ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ഹസ്രത്ത് ഖുത്ബ ഒട്ടകങ്ങളെയും ആടുകളെയും സ്ത്രീകളെയും യുദ്ധം മുതലായി മദീനയിലേക്ക് കൊണ്ടുവന്നു. അതിലെ ഹുംസ്, അതായത് 5-1 മാറ്റിവെച്ച ശേഷം ഓരോരുത്തർക്കും 4 ഒട്ടകങ്ങളോ 40 ആടുകളോ ലഭിച്ചു. അവരുടെ ഉപദ്രവങ്ങൾ അവസാനിപ്പിക്കാനാണ് ഈ ആക്രമണം നടത്തേണ്ടി വന്നത്. ഇനി സിഹാഖ് ബിൻ സുഫ്യാൻ കിലാബിയുടെ യുദ്ധനീക്കമാണ്. ബനു കിലാബ് ഗോത്രത്തിലേക്കായിരുന്നു ഇത്. ഹിജ്റ 9-ാം വർഷം റബിയുൽ അവൽ മാസത്തിൽ ബനു കിലാബ് ഗോത്രത്തിനെതിരെ ഈ ദൗത്യം നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ലിഹാഖ് ബിൻ സുഫ്യാൻ കിലാബിയെ ഖുർത്ത എന്ന പ്രദേശത്തെ തൻ്റെ സ്വന്തം ഗോത്രമായ ബനു കിലാബിലേക്ക് അയച്ചു. ബനു ബക്കറിൻ്റെ ഒരു ശാഖയുടെ പേരാണ് ഖുർത്ത. അവിടേക്ക് മദീനയിൽ നിന്ന് 7 ദിവസത്തെ ദൂരമുണ്ട്. നജ്ദിലെ ദുൽ ജലാവ എന്ന സ്ഥലത്ത് വെച്ച് അവരെ കണ്ടുമുട്ടി. ഇസ്ലാമിൻ്റെ സന്ദേശം നൽകിയെങ്കിലും ഗോത്രക്കാർ നിഷേധിക്കുകയും അത് യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അവർ ഖുർത്ത ഗോത്രക്കാരെ പരാജയപ്പെടുത്തുകയും യുദ്ധം മുതൽ നേടുകയും ചെയ്തു. ഈ ദൗത്യത്തിലെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. സൽമാ ബിൻ ഖുർത്ത് എന്നൊരു അവിശ്വാസി എതിരാളികളുടെ നേതാക്കളിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ മുസ്ലിമായി കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ അസ്യദ് ബിൻ സൽമ ഈ സൈന്യത്തിൽ പങ്കെടുത്തിരുന്നു. ശത്രുക്കൾ മുസ്ലിങ്ങളുടെ ആക്രമണം സഹിക്കാനാവാതെ ഓടിപ്പോയപ്പോൾ അതിൽ അസ്യദിൻ്റെ പിതാവ് സൽമയും ഉണ്ടായിരുന്നു. അസ്യദ് തൻ്റെ പിതാവിനെ പിന്തുടർന്നു. ജീവൻ രക്ഷിക്കാൻ വേണ്ടി പിതാവ് കുതിരയോടൊപ്പം വെള്ളത്തിൽ ചാടി. അസ്യദും പിന്നാലെ പോയി. തൻ്റെ പിതാവിനെ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി വീണ്ടും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. എന്നാൽ പിതാവ് മകനെ ശകാരിക്കാൻ തുടങ്ങി. തൻ്റെ പിതാവ് ധിക്കാരത്തിലും എതിർപ്പിലും ഉറച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അസ്യദ് പിതാവിൻ്റെ കുതിരയുടെ കുളമ്പുകൾ മുറിച്ചു. പിന്നീട് മറ്റൊരു വ്യക്തി വന്ന് അദ്ദേഹത്തെ കൊന്നു. എന്നാൽ മറ്റൊരു നിവേദനത്തിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്: അസ്യദ് മദീനയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വൃദ്ധനായ പിതാവ് ഒരു കത്തെഴുതുകയുണ്ടായി. അതിൽ ചില കവിതകൾ ഉണ്ടായിരുന്നു. അതിൽ തൻ്റെ വാർദ്ധക്യത്തിൽ മകൻ്റെ അനുസരണക്കേടിൽ വിഷമം പ്രകടിപ്പിക്കുകയും ഇസ്ലാം സ്വീകരിച്ചതിന് മകനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. നീ എന്തു കാരണത്താലാണ് തൻ്റെ വൃദ്ധനായ പിതാവിനെ ഉപേക്ഷിച്ച് ഇസ്ലാം സ്വീകരിച്ചതെന്ന് അദ്ദേഹം ചോദിച്ചു. പിതാവിൽ നിന്നുള്ള കത്ത് കണ്ട അസ്യദ് അതുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം വന്ന് കാര്യങ്ങളെല്ലാം അറിയിച്ചു. പിതാവിന് മറുപടി എഴുതാൻ അദ്ദേഹം അനുമതി ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം തൻ്റെ പിതാവിന് ഒരു തബ്ലീഗ് കത്തെഴുതി. അത് വായിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ പിതാവും ഇസ്ലാം സ്വീകരിച്ചു. ഇങ്ങനെ ഈ നിവേദനവും വന്നിട്ടുണ്ട്. ഇനിയുള്ളത് അൽഖമ ബിൻ മുജസ്സസ് ജിദ്ദയിലേക്ക് നടത്തിയ നീക്കമാണ്. ഇബ്നു സഅദിന്റെ നിവേദനം അനുസരിച്ച്
ഹിജ്റ 9-ാം വർഷം റബീഉസ്സാനി മാസത്തിലാണ് ഈ ദൗത്യം നടന്നത്. എന്നാൽ മറ്റൊരു നിവേദനത്തിൽ ഹിജ്റ 9 സഫർ മാസത്തിലാണെന്ന് കാണുന്നു. അബ്സീനിയയിൽ നിന്നുള്ള ചില യോദ്ധാക്കൾ ജിദ്ദയുടെ തീരത്ത് വന്നിറങ്ങിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവരം ലഭിച്ചു. ചില നിവേദനങ്ങൾ അനുസരിച്ച് അവർ മക്കക്കാരെ കൊള്ളയടിക്കാൻ ആഗ്രഹിച്ചിരുന്നു. മറ്റൊരു ഗ്രന്ഥത്തിൽ അവർ കടൽ കടന്ന് മുസ്ലിങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ജിദ്ദ ഇന്നും മക്കയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ഒരു വലിയ നഗരമാണ്. മക്കയിൽ നിന്ന് ജിദ്ദയിലേക്ക് 75 കിലോമീറ്ററും മദീനയിൽ നിന്ന് ഏകദേശം 250 മൈലും ദൂരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 300 പേരുടെ നേതൃത്വം ഹസ്രത്ത് അൽഖമയെ ഏൽപ്പിച്ച് അങ്ങോട്ടയച്ചു. അൽഖമയും കൂട്ടരും വരുന്നതറിഞ്ഞപ്പോൾ അബ്സീനിയക്കാർ അവിടെ വഞ്ചികളിൽ കയറി കടലിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഹസ്രത്ത് അൽഖമ ഒരു ദ്വീപ് വരെ അവരെ പിന്തുടർന്നു. ഈ ദൗത്യത്തിലെ ഒരു ശ്രദ്ധേയമായ സംഭവം ഇപ്രകാരമാണ്. ഹസ്രത്ത് അബൂ സയ്യിദ് അൽ ഖുദരിൽ നിന്നും നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഖമ ബിൻ മുജസ്സിസിനെ ഒരു സൈന്യത്തിന്റെ നേതാവായി നിശ്ചയിച്ചു. ഞാനും ആ സൈന്യത്തിലുണ്ടായിരുന്നു. ലക്ഷ്യസ്ഥാനത്ത് എത്തി ദൗത്യമുടനെ പൂർത്തിയാക്കിയപ്പോൾ വേഗം തിരികെ പോകാൻ ഒരു സംഘം തങ്ങളുടെ നേതാവിനോട് അനുവാദം ചോദിച്ചു. അദ്ദേഹം അവർക്ക് അനുമതി നൽകുകയും ചെയ്തു. അബ്ദുല്ല ബിൻ ഹുദാഫ അസ്ഹമിയെ അവിടെ അമീറായി നിയമിക്കുകയും ചെയ്തു. ഇദ്ദേഹം ഒരു സരസ സ്വഭാവിയായിരുന്നു. വഴിയിൽ വിശ്രമിക്കാനിറങ്ങിയ അവർ തണുപ്പകറ്റാനായി തീ കൂട്ടി. സുനൻ ഇബ്നു മാജയിൽ വന്നിരിക്കുന്നത് അബ്ദുല്ല അസ്ഹമി ചോദിച്ചു, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യാനുള്ള അവകാശം എനിക്കില്ലേ? അവർ പറഞ്ഞു, തീർച്ചയായും ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കുമോ? അവർ പറഞ്ഞു, അതെ, തീർച്ചയായും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഈ തീയിലേക്ക് ചാടാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ചില ആളുകൾ എഴുന്നേറ്റ് ചാടാൻ തയ്യാറായി. അവർ ചാടാൻ തുടങ്ങുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചാടാൻ വരട്ടെ, ഞാൻ നിങ്ങളോട് തമാശ പറഞ്ഞതാണ്. അവർ മടങ്ങി വന്നപ്പോൾ ആളുകൾ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, മൻ അമറക്കും മിൻഹും ബിമാസിയത്തില്ലാഹി ഫലാ തുത്തിയുഹു. ഈ നേതാക്കളിൽ ആരെങ്കിലും ദൈവകൽപ്പനയെ ധിക്കരിക്കാൻ കൽപ്പന നൽകിയാൽ അവരനുസരിക്കരുത്. മറ്റൊരു റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ താഅത ഫീ മാസിയത്തില്ലാഹി ഇന്നമാ താഅത്തുൻ ഫിൽ മഅറൂഫ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ അനുസരണയില്ല, അനുസരണം എന്നത് നല്ല കാര്യങ്ങളിൽ മാത്രമാണ്. വേറൊരു നിവേദനത്തിൽ എഴുതിയിരിക്കുന്നു, ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമക്ഷം അവതരിപ്പിച്ചപ്പോൾ അവിടുന്ന് കഠിനമായി നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ലൗ ദഖലൂഹ മാ ഖറജു മിൻഹ ഇലാ യൗമൽ ഖിയാമത്തി അത്താഅതു ഫിൽ മഅറൂഫി. അവർ അതിൽ പ്രവേശിച്ചിരുന്നെങ്കിൽ അവർക്ക് അന്ത്യനാൾ വരെ അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുമായിരുന്നില്ല. കാരണം അനുസരണം എന്നത് നല്ല കാര്യങ്ങളിൽ മാത്രമാണ്. ഹസ്രത്ത് മുസ്ലിം മൗദ് തആലാൻഹു ഈ സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നു, ശരീഅത്തിന് വിരുദ്ധമായ കാര്യങ്ങളിൽ അനുസരണം പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സഹാബിയെ ഒരു ചെറിയ സൈന്യത്തിന്റെ നേതാവാക്കി അയച്ചു. വഴിയിൽ അദ്ദേഹം എന്തോ പറഞ്ഞു. ചില സഹാബികൾ അത് അനുസരിച്ചില്ല. അപ്പോൾ അദ്ദേഹം കോപിച്ചുകൊണ്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയാണ് നിങ്ങളോട് അമീറാക്കിയത്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമീറിനെ അനുസരിക്കുന്നവൻ എന്നെ അനുസരിച്ചു, എൻ്റെ അമീറിനെ ധിക്കരിക്കുന്നവൻ എന്നെ ധിക്കരിച്ചു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായിരിക്കെ നിങ്ങൾ എന്നെ എന്തിനാണ് ധിക്കരിച്ചത്? അപ്പോൾ സഹാബികൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ അനുസരിക്കും. അദ്ദേഹം പറഞ്ഞു, ശരി, അനുസരിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. അദ്ദേഹം തീ കൂട്ടാൻ കൽപ്പിച്ചു. തീ കത്തി തുടങ്ങിയപ്പോൾ സഹാബികളോട് അതിലേക്ക് ചാടാൻ പറഞ്ഞു. ചിലർ തയ്യാറായെങ്കിലും മറ്റുള്ളവരെ അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അനുസരണം ശരീഅത്ത് സംബന്ധമായ കാര്യങ്ങളിലാണ്, അവർക്ക് ശരീഅത്തിനെ കുറിച്ച് അറിവില്ല. ഇങ്ങനെ തീയിൽ ചാടി ജീവൻ കളയുന്നത് അനുവദനീയമല്ല. ആത്മഹത്യ ചെയ്യരുത് എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്. ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ തീയിൽ ചാടുന്നത് അനുവദനീയമല്ല എന്ന് പറഞ്ഞവരെ അവിടുന്ന് പിന്തുണക്കുകയുണ്ടായി. ഇനി ഹസ്രത്ത് അലിയുടെ സൈനിക നീക്കമാണ്. ഫുൽസ് ബനു തൈലേക്ക് നടത്തിയ നീക്കമാണത്. ഹിജ്റ 9-ാം വർഷം റബീഉസ്സാനി മാസത്തിലാണ് ഈ ദൗത്യം നടന്നത്. നജ്ദ് പ്രദേശത്തെ ഒരു വിഗ്രഹമായിരുന്നു ഫുൽസ്. തോയ് ഗോത്രം അതിനെ ആരാധിച്ചിരുന്നു. അവർ അതിന് നേർച്ചകളും വഴിപാടുകളും നൽകുന്നതോടൊപ്പം ആയുധങ്ങളും നേർച്ചയായി അർപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 150 അൻസാറുകളോടൊപ്പം
അതിൽ 100 ഒട്ടകങ്ങളും 50 കുതിരകളും ഉണ്ടായിരുന്നു. അത് അലിയെ തൈ ഗോത്രത്തിന്റെ വിഗ്രഹമായ ഫുൽസിനെ തകർക്കാൻ അയച്ചു. ഈ സൈന്യത്തിന്റെ പ്രത്യേകത ഹസ്രത്ത് അലിയെ ഒഴികെ ബാക്കി എല്ലാവരും അൻസാറുകളായിരുന്നു എന്നതാണ്. മുഹാജിരിങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. തൊയ് അറബി ഗോത്രത്തിലെ പ്രശസ്തമായ ഒന്നാണ്. തൊയ് അറബി ഗോത്രങ്ങളിലെ പ്രശസ്തമായ ഒന്നാണ്. അവർ സിറിയക്കടുത്ത് താമസിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദൗത്യത്തിനായി ഹസ്രത്ത് അലിക്ക് ഒരു കറുത്ത വലിയ പതാകയും വെളുത്ത ചെറിയ കൊടിയും നൽകുകയുണ്ടായി. ഹസ്രത്ത് അലി അതിരാവിലെ ആക്രമണം നടത്തി അവരുടെ വിഗ്രഹമായ ഫുൽസിനെ തകർത്തു. നിരവധി പേരെ ബന്ദികളാക്കുകയും കന്നുകാലികളെ പിടിച്ചെടുക്കുകയും ചെയ്തു. പ്രശസ്ത ദാനധർമ്മിഷ്ഠനായ ഹാത്തിം തായുടെ ഗോത്രമായിരുന്നു ഇത്. ബന്ദികളിൽ ഹാത്തിം തായുടെ മകൾ സഫാനയും ഉൾപ്പെട്ടിരുന്നു. ഹാത്തിം തായുടെ മകനും ഗോത്രത്തലവനുമായ അദീ സിറിയയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ബന്ദികളുടെ മേൽ അബൂ ഖതാദയെയും കന്നുകാലികളുടെ മേൽ അബ്ദുല്ല ബിൻ അത്തീഖിനെയും ചുമതലപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയുള്ള ഹുംസ്, അതായത് 5-1 മാറ്റിവെച്ച ശേഷം ബാക്കി യുദ്ധം മുതൽ വിതരണം ചെയ്തു. എന്നാൽ ഹാത്തിമിന്റെ മകൾ സഫാനയെ വിതരണം ചെയ്യാതെ ബന്ദിയാക്കി മദീനയിലേക്ക് കൊണ്ടുവന്നു. ഹാത്തിം തായുടെ മകൾ സഫാനയെ എല്ലാ ബന്ദികളോടൊപ്പം മസ്ജിദ് നബിയുടെ വാതിലിനടുത്തുള്ള ഒരു കൂടാരത്തിൽ താമസിപ്പിച്ചു. സഫാന ധൈര്യശാലിയും വിവേകമതിയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളുടെ കൂടാരത്തിനടുത്തുകൂടി കടന്നുപോയപ്പോൾ അവൾ എഴുന്നേറ്റ് ബഹുമാനം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാ, എൻ്റെ പിതാവ് മരണപ്പെട്ടിരിക്കുന്നു. എൻ്റെ രക്ഷിതാവായ സഹോദരൻ ഓടിപ്പോയിരിക്കുന്നു. അങ്ങ് എന്നോട് ദയ കാണിച്ചാലും അള്ളാഹു അങ്ങയോടും ദയ കാണിക്കുന്നതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എൻ്റെ രക്ഷിതാവ് ആരാണ്? അവൾ പറഞ്ഞു, അദീ ബിൻ ഹാത്തിം തായ്. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൽ നിന്നും അവൻ്റെ ദൂതനിൽ നിന്നും ഓടിപ്പോയവനോ? ഇത് പറഞ്ഞിട്ട് അവിടുന്ന് പോയി. അടുത്ത ദിവസം അവിടുന്ന് അതുമായി കടന്നുപോയപ്പോഴും സഫാന തലേ ദിവസത്തെ കാര്യം തന്നെ ആവർത്തിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലേ ദിവസം പറഞ്ഞ മറുപടി തന്നെ നൽകിയിട്ട് പോയി. അവൾക്ക് നിരാശ തോന്നി. 3-ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവഴി കടന്നു പോകുമ്പോൾ പിന്നാലെ ഹസ്രത്ത് അലിയും ഉണ്ടായിരുന്നു. ഹസ്രത്ത് അലി സഫാനയ്ക്ക് ആംഗ്യം കാണിച്ചു. അവൾ എഴുന്നേറ്റ് വീണ്ടും തൻ്റെ ആവശ്യം ഉന്നയിച്ചു. അവൾ ഉടൻ ബഹുമാനത്തോടെ എഴുന്നേറ്റുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം അപേക്ഷ ആവർത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിന്റെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു. നീ ഇപ്പോൾ സ്വതന്ത്രയാണ്. എന്നാൽ ഇവിടെ നിന്ന് പോകാൻ തിടുക്കം കാണിക്കരുത്. വിശ്വസ്തനായ ഒരാൾ കിട്ടുമ്പോൾ നിന്റെ സഹോദരൻ്റെ അടുത്തേക്ക് സിറിയയിലേക്ക് അയക്കുന്നതായിരിക്കും. മറ്റൊരു നിവേദനത്തിൽ വന്നിരിക്കുന്നത് ഇപ്രകാരമാണ്. അവൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഔദാര്യം കാണിക്കാൻ, അതായത് വിട്ടയക്കാൻ വേണ്ടി അപേക്ഷിച്ചു. അപ്പോൾ അവിടുന്ന് അവളോട് ഔദാര്യം കാണിച്ചുകൊണ്ട് വിട്ടയച്ചു. ഇതിന്റെ ഫലമായി അവൾ മുസ്ലിം ആവുകയുണ്ടായി. സ്വാതന്ത്ര്യം ലഭിച്ച ഉടൻ തന്നെ അവൾ ഇസ്ലാം സ്വീകരിച്ചെന്നും ഒരു നിവേദനത്തിൽ പറയുന്നുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സിറിയയിലേക്ക് പോകാൻ ഉദ്ദേശിച്ച ബനു ഖുദാ ഗോത്രക്കാർ മദീനയിലെത്തി. സഫാന ഇതറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം വന്നുകൊണ്ട് തനിക്ക് അവർ വിശ്വാസമാണെന്നും അവർക്കൊപ്പം സിറിയയിലേക്ക് പോകാൻ അനുവദിക്കണമെന്നും അപേക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുമതി നൽകുകയും അവൾക്ക് വസ്ത്രങ്ങളും വാഹനങ്ങളും യാത്രാമധ്യയുള്ള ഭക്ഷണവും നൽകുകയും ചെയ്തു. അങ്ങനെ അവർ അവിടുന്ന് യാത്ര ചെയ്ത് സഹോദരന്റെ അടുക്കൽ സിറിയയിൽ എത്തിച്ചേരുകയുണ്ടായി. സിറിയയിലെത്തിയ അവൾ തൻ്റെ സഹോദരൻ അദീനെ കണ്ടപ്പോൾ അവർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിന്റെ ഭാര്യയെയും മക്കളെയും കൂട്ടി ഓടിപ്പോയിട്ട് നിന്റെ സഹോദരിയെയും അഭിമാനത്തെയും അവിടെ ഉപേക്ഷിച്ചു പോന്നുവല്ലേ? ഇത് കേട്ട് സഹോദരൻ ഖേദം പ്രകടിപ്പിക്കുകയും ലജ്ജിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതീ സഹോദരിയോട് ചോദിച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിനക്കെന്താണ് അഭിപ്രായം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണം കണ്ട് മുസ്ലിമായി കഴിഞ്ഞിരുന്ന സഫാന പറഞ്ഞു, അള്ളാഹു ആണ്, എൻ്റെ അഭിപ്രായത്തിൽ നീ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് അടുക്കൽ പോകണമെന്നതാണ്. അദ്ദേഹം ഒരു പ്രവാചകനാണെങ്കിൽ വേഗം അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോകുന്നവർ വിജയിക്കും. അവിടുന്ന് ഒരു രാജാവാണെങ്കിൽ പോലും നിന്റെ അന്തസ്സിനോ മഹത്വത്തിനോ ഒരു കുറവും വരികയില്ല. അതീ പറഞ്ഞു, വളരെ നല്ല അഭിപ്രായമാണിത്. ഉടൻ തന്നെ അദ്ദേഹം തയ്യാറായിക്കൊണ്ട് മദീനയിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേരം പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. അതേ സ്വയം പരിചയപ്പെടുത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു.
വഴിയിൽ വെച്ച് ഒരു വൃദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു നിർത്തിക്കൊണ്ട് സംസാരിക്കാനോ ചോദ്യങ്ങൾ ചോദിക്കാനോ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി കുറച്ചു നേരം അവിടെ നിന്നു. ഇതുകണ്ട് അദീ മനസ്സിൽ വിചാരിച്ചു, ഒരു വൃദ്ധ സ്ത്രീക്ക് വേണ്ടി ഇത്രയും സമയം കാത്തു നിൽക്കുന്ന ഈ വ്യക്തി രാജാവാകാൻ വഴിയില്ല. വീട്ടിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈന്തപ്പനയുടെ ഓല നിറച്ച ഒരു തോലിന്റെ കിടക്ക അദ്ദേഹത്തിന് ഇരിക്കാനായി നൽകി. അദീ പറഞ്ഞു, അങ്ങ് ഇതിലിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഇല്ല, നിങ്ങൾ ഇതിലിരിക്കുക. അവിടുന്ന് സ്വയം നിലത്തിരുന്നു. അപ്പോൾ അദീ വീണ്ടും മനസ്സിൽ ചിന്തിച്ചു, അല്ലാഹുവാണ്, ഈ വ്യക്തി ഒരു രാജാവാകാവതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹവുമായി സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മതത്തെക്കുറിച്ചും വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. അദീക്കല്ലാതെ മറ്റാർക്കും അറിയാത്ത ചില കാര്യങ്ങൾ അവിടുന്ന് പറയുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ അദീ ഇത് ദൈവത്തിന്റെ ദൂതനാണെന്ന് ഉറപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ചില രഹസ്യങ്ങൾ അള്ളാഹു അറിയിച്ചു തന്നതിനാൽ അങ്ങ് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. അദീ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഓ അദീ, ഇസ്ലാം സ്വീകരിക്കുക, നിങ്ങൾ സുരക്ഷിതനായിരിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ ഒരു മതത്തിൽ വിശ്വസിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നിങ്ങളുടെ മതത്തെക്കുറിച്ച് നിങ്ങളെക്കാൾ നന്നായി എനിക്കറിയാം. ഞാൻ ചോദിച്ചു, അങ്ങേക്ക് എൻ്റെ മതത്തെക്കുറിച്ച് എന്നെക്കാൾ നന്നായി അറിയുന്നതെങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, എനിക്കറിയാം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ റഖൂസിയത്ത്, അതായത് ക്രിസ്തു മതത്തിനും സാബിയൻ മതത്തിനും ഇടയിലുള്ള ഒരു മതം അല്ലേ പിന്തുടരുന്നത്? ഞാൻ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ ഗോത്രത്തിന്റെ നേതാവല്ലേ? ഞാൻ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ നേതാവായിരിക്കെ യുദ്ധമുതലിന്റെ 1/4 എടുക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, അതെ, എടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ സ്വന്തം മതത്തിൽ പോലും ഇത് നിങ്ങൾക്ക് അനുവദനീയമല്ല. ഇത് കേട്ട് എനിക്ക് വളരെ ലജ്ജയും ഖേദവും തോന്നി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ അദീ, ഒരുപക്ഷെ മുസ്ലിങ്ങളുടെ ദാരിദ്ര്യം നിങ്ങളെ ഈ മതത്തിൽ ചേരുന്നതിൽ നിന്ന് തടയുന്നുണ്ടാവാം. അള്ളാഹുവാണ് പെട്ടെന്ന് തന്നെ ധനം ഒഴുകിയെത്തുന്നതാണ്. അത് സ്വീകരിക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥയുണ്ടാകും. ഒരുപക്ഷെ അവരുടെ ശത്രുക്കളുടെ ആധിക്യം നിങ്ങളെ മതത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുന്നുണ്ടാകാം. അള്ളാഹുവാണ്. ഹീറയിൽ നിന്ന് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് തൻ്റെ ഒട്ടകപ്പുറത്ത് പുറപ്പെട്ട് കാബ സന്ദർശിക്കുന്നത് നിങ്ങൾ കേൾക്കും. അവൾക്കൊരു ഭയവും ഉണ്ടാവുകയില്ല. ഒരുപക്ഷെ ഈ മതത്തിൽ ചേരുന്നതിൽ നിന്ന് ഭരണാധികാരവും അധികാരവും അന്യരുടെ കയ്യിലാണെന്ന ചിന്ത നിങ്ങളെ തടയുന്നുണ്ടാകാം. അള്ളാഹുവാണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ബാബിലോൺ പ്രദേശത്തെ വെള്ളക്കൊട്ടാരങ്ങൾ അവർക്കായി തുറക്കപ്പെട്ടതിനെക്കുറിച്ചും കിസ്രയുടെ നീതികൾ തുറക്കപ്പെട്ടതിനെക്കുറിച്ചും കേൾക്കുന്നതായിരിക്കും. അവിടുന്ന് ഇത് 3 തവണ ആവർത്തിക്കുകയുണ്ടായി. അത് ഈ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല സൽപെരുമാറ്റവും സൽപെരുമാറ്റവും ഈ കാര്യങ്ങളുമെല്ലാം കണ്ടപ്പോൾ ഞാൻ മുസ്ലിമായി തീർന്നു. അതീ തന്നെ ഇസ്ലാം സ്വീകരിച്ച സംഭവം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുമായിരുന്നു, താൻ ഹീറയിൽ നിന്ന് യാത്ര ചെയ്ത സ്ത്രീയെ കണ്ടിട്ടുണ്ട്. അവർ ഒറ്റയ്ക്കാണ് കാബയുടെ തവാഫിന് വന്നത്. കൂടെ രക്തബന്ധമുള്ള ആരും ഉണ്ടായിരുന്നില്ല. കിസ്രയുടെ വിജയസൈന്യത്തിൽ ഞാനും ഉൾപ്പെട്ടിരുന്നു. ഇസ്ലാം സ്വീകരിച്ച ശേഷം ഹസ്രത്ത് അദീ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു. നമസ്കാരത്തിനായി എല്ലാ സമയത്തും വുളു എടുക്കുകയും നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിൽ വളരെ ശ്രദ്ധയും തയ്യാറെടുപ്പും കാണിക്കുകയും ചെയ്തിരുന്നു. ഹജ്ജിന് പോകുമ്പോൾ രക്തബന്ധമുള്ള ആരെങ്കിലും സ്ത്രീയുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടതാണോ എന്ന ചോദ്യം നിരന്തരം ഉന്നയിക്കപ്പെടാറുണ്ട്. ആ സാഹചര്യത്തിൽ അത് അനിവാര്യമായിരുന്നു. ഇതിന് ഞാൻ പല പ്രാവശ്യം മറുപടി നൽകിയിരുന്നു. ഞാൻ പറഞ്ഞതിനെ ഈ സംഭവം പിന്തുണയ്ക്കുന്നു. അദ്ദേഹം പറയുന്നു, ഹീറയിൽ നിന്ന് ഒറ്റയ്ക്ക് വന്ന് ഒരു സ്ത്രീ കാബ പ്രദക്ഷിണം ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അടുത്ത ബന്ധു ഉണ്ടായിരിക്കണമെന്ന നിബന്ധനയും ഇല്ലായിരുന്നു. ഹസ്രത്ത് അലിയുടെ ദൗത്യത്തിന് ശേഷം അല്പം കഴിഞ്ഞ് തോയ് ഗോത്രത്തിന്റെ പ്രതിനിധി സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ചു. ഇനി ഉക്കാഷ ബിൻ മെഹ്സന്റെ സൈനിക നീക്കത്തെക്കുറിച്ച് പറയാം. അത് ജനാബിന്റെ ഭാഗത്തേക്കായിരുന്നു. ഹിജ്റ 9-ാം വർഷം റബീഉസ്സാനി മാസത്തിലാണ് ഈ ദൗത്യം നടന്നത്. അത് ഉക്കാഷയുടെ ഈ ദൗത്യം മദീനയുടെ വടക്കു ഭാഗത്തുള്ള ഉസറയുടെയും ബല്ലിയുടെയും ഗോത്രങ്ങൾക്കിടയിൽ ജനാബിന്റെ പരിസരത്ത് വെച്ചാണ് നടന്നത്.
ചില നിവേദനങ്ങളിൽ ഈ പ്രദേശത്തിന്റെ പേര് ജിബാബും എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദൗത്യത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ഈ യുദ്ധനീക്കം നടന്നു വന്ന പരാമർശം മാത്രമേ ഉള്ളൂ. ഇനി തബൂക്ക് യുദ്ധത്തെക്കുറിച്ച് ചില പ്രാരംഭ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഹിജറ 9 റജബ് മാസം ക്രിസ്താബ്ദം 630 സെപ്റ്റംബറിലാണ് ഈ യുദ്ധം നടന്നത്. തായിഫ് യുദ്ധത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിനായി പുറപ്പെട്ടു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാനത്തെ യുദ്ധമായിരുന്നു. തബൂക്ക് മദീനയിൽ നിന്ന് ഏകദേശം 655 കിലോമീറ്റർ അകലെയാണ്. തബൂക്ക് എന്ന അരുവിയുടെ അടുത്ത് തങ്ങിയതിനാലാണ് ഈ യുദ്ധത്തിന് ഈ പേര് ലഭിച്ചത്. തബൂക്കിനടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രാ സംഘത്തോട് പറഞ്ഞു, ഇന്നക്കും സതഅതൂന ഗദൻ ഇൻഷാ അല്ലാഹ് അയ്ന തബൂക്ക്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നാളെ തബൂക്കിൽ അരുവിയുടെ അടുത്തെത്തുന്നതായിരിക്കും. വിശുദ്ധ ഖുർആനിൽ യുദ്ധത്തെ സാഅത്തുൽ ഉസ്ർ, അതായത് ഞെരുക്കത്തിന്റെ സമയം എന്ന് വിശേഷിപ്പിച്ചതുകൊണ്ട് ഇതിന് ഗസ്വത്തുൽ ഉസ്ർ എന്നും പേരുണ്ട്. കാരണം മുസ്ലിങ്ങൾക്ക് കഠിനമായ ചൂട്, ദീർഘയാത്ര, വാഹനങ്ങളുടെ കുറവ്, വഴിയിലെ കടുത്ത ജലക്ഷാമം എന്നിങ്ങനെ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിരുന്നു. കൂടാതെ സൈന്യത്തെ തയ്യാറാക്കാനുള്ള ചെലവുകളും കുറവായിരുന്നു. ഈ കഷ്ടപ്പാടുകൾ കാരണം ഇതിനെ ഷൈജുൽ ഉസ്ര, അതായത് ഞെരുക്കത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും സൈന്യം എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. ഈ യുദ്ധത്തെ ഗസ്വത്തുൽ ഫാസിഹ എന്നും വിളിക്കാറുണ്ട്. അറബിയിൽ ഫസാഹത്ത് എന്നാൽ അപമാനം, അതുപോലെ തന്നെ മറനീക്കി വെളിപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം. ഈ യുദ്ധം കാരണം നിരവധി കപടവിശ്വാസികളുടെ അവസ്ഥ വിളിച്ചെത്തു വരികയും അവർ കൂടുതൽ അപമാനിതരാകുകയും ഈ പേര് ലഭിച്ചത്. തബൂക്ക് യുദ്ധത്തിന്റെ കാരണങ്ങളും പശ്ചാത്തലവും എന്താണെന്ന് പറയാം. മദീനക്കാർക്ക് ബാഹ്യശക്തികളിൽ നിന്നും, പ്രത്യേകിച്ച് റോമാ സാമ്രാജ്യത്തിന് പിന്തുണയുള്ള ബനു ഗസ്സാൻ ഗോത്രത്തിന്റെ ആക്രമണ ഭീഷണി എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. റോമക്കാരും ഗസ്സാനികളും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതായി വിവരം ഉണ്ടായിരുന്നു. ഗസ്സാനികളുടെ ആക്രമണ ഭീഷണിയെക്കുറിച്ച് ഹദർ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗസ്സാനികളുടെ ആക്രമണം ഞങ്ങളെപ്പോഴും ഭയപ്പെട്ടിരുന്നു എന്ന്. യുദ്ധം ഇതാ നടക്കാൻ പോകുന്നുവെന്ന ചിന്തയും വേവലാതിയും സദാ അവരെ ഗ്രസിച്ചിരുന്നു. തബൂക്ക് യുദ്ധത്തിന്റെ കാരണമായി ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നത് ഇപ്രകാരമാണ്: സിറിയയിൽ നിന്ന് ഒലിവ് ഓയിലുമായി മദീനയിലെത്തിയ ഒരു സംഘം വ്യാപാരികൾ മുസ്ലിങ്ങളോട് പറഞ്ഞു, റോമക്കാർ സിറിയയിൽ ഒരു വലിയ സൈന്യത്തെ ഒരുക്കിയിട്ടുണ്ട് എന്ന്. ഹിർക്കൽ രാജാവ് ആ സൈന്യത്തിനും സഖ്യകക്ഷികൾക്കും ഒരു വർഷത്തെ ചെലവ് നൽകിയിരിക്കുകയാണ്. പോരാത്തതിന് ലഹ്മ്, ജുദാം, ആമില, ഗസ്സാൻ തുടങ്ങിയ ക്രിസ്ത്യൻ ഗോത്രങ്ങളും കൂടെ ചേർന്നിട്ടുണ്ട്. അവിടെ മുൻനിര സൈന്യം ബൽഖ പ്രദേശം വരെ എത്തിയിരിക്കുന്നു. സിറിയയിലെ ദിമഷ്കിനും വാദിൽ ഖുറാക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ബൽഖ. ഈ യുദ്ധത്തിന്റെ മറ്റൊരു കാരണം നിവേദനങ്ങളിൽ കാണുന്നത് ഇങ്ങനെയാണ്: അറബികളിലെ ക്രിസ്ത്യാനികൾ ഹിർക്കലിന് എഴുതി, പ്രവാചകത്വം വാദിച്ച വ്യക്തി, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നശിച്ചു പോയിരിക്കുന്നു, നൗദുബില്ല. അദ്ദേഹത്തിന് അനുചരന്മാരെ ക്ഷാമം ബാധിച്ചിരിക്കുന്നു. അവരുടെ കന്നുകാലികൾ നശിച്ചൊടുങ്ങി. അതിനാൽ ഇപ്പോൾ അവരെ ആക്രമിക്കാനും ക്രിസ്തുമതത്തെ വിജയിപ്പിക്കാനും പറ്റിയ സമയമാണ്. അതനുസരിച്ച് ഹിർക്കൽ 40,000 സൈനികരുമായി ഒരു ജനറലിനെ അയച്ചു. ഹുബ അല്ലെങ്കിൽ സിനാദ് എന്നായിരുന്നു സൈനിക മേധാവിയുടെ പേര്. ഈ വിവരം ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ ഒരുക്കാൻ കൽപ്പിച്ചു. അടിസ്ഥാന കാരണമായി മനസ്സിലാകുന്നത് ഇതാണ്: മക്ക വിജയത്തിനും ഹുനൈൻ യുദ്ധത്തിൽ ഏറ്റവും ശക്തരായ ബനു ഹവാസിനെ കനത്ത തോൽവിക്ക് വിധേയമാക്കിയതിനും ശേഷം അറേബ്യക്ക് ചുറ്റുമുള്ള ഗോത്രങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ആധിപത്യം ലഭിച്ചു. ഇത് കണ്ടപ്പോൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും കപടവിശ്വാസികളും വീണ്ടും ഒന്നിക്കുകയുണ്ടായി. തങ്ങളുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ അവർ അക്കാലത്തെ ലോകശക്തിയായ റോമൻ ചക്രവർത്തിയോട് സഹായം തേടാൻ തീരുമാനിച്ചു. ഇതിനായി അവർ വളരെ വലിയ പദ്ധതി ആവിഷ്കരിച്ചു. ഒരു ഭാഗത്ത് അവർ ചക്രവർത്തിയുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ സൈന്യത്തെ അയക്കാൻ പ്രേരിപ്പിച്ചു. മറുവശത്ത് കപടവിശ്വാസികൾ മദീനയിൽ കിസ്ര സൈന്യത്തെ അയക്കുന്നുവെന്ന കിംവദന്തികൾ നേരത്തെ തന്നെ പറഞ്ഞു പരത്താൻ തുടങ്ങി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെ എല്ലാ മുസ്ലിങ്ങളെയും നശിപ്പിക്കുമെന്ന്
അവർ പറഞ്ഞു പരത്തി. ഇങ്ങനെ കപടവിശ്വാസികളും എതിരാളികളും ആഗ്രഹിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ നേരിടാൻ മദീനയിൽ നിന്ന് സിറിയയിലേക്ക് പുറപ്പെട്ടേക്കുമെന്നാണ്. രണ്ടായാലും യാത്രാക്ലേശം കൊണ്ടോ റോമക്കാരുമായുള്ള ഏറ്റുമുട്ടൽ കൊണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മുസ്ലിങ്ങളുടെയും നാശം നൗദുബില്ലാ ഉറപ്പാണെന്ന് അവർ കരുതുകയുണ്ടായി. എന്തായാലും ഇത് അവരുടെ ആഗ്രഹമായിരുന്നു. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ പറയുന്നതാണ്. ഇന്ന് റബോയിലെ ഗോൾ ബസാറിലുള്ള മസ്ജിദ് മഹദിയിൽ തീവ്രവാദികൾ ആക്രമണം നടത്തുകയും നമ്മുടെ 5-6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവർക്ക് ഓപ്പറേഷനുകൾ നടക്കുന്നുണ്ടായിരുന്നു. അള്ളാഹു അവരുടെ നില മെച്ചപ്പെടുത്തുമാറാകട്ടെ. പരിക്കേറ്റെല്ലാവർക്കും അള്ളാഹു ആശ്വാസം നൽകുകയും ചെയ്യുമാറാകട്ടെ. ഗുരുതരമായി പരിക്കേറ്റ 2 പേർക്ക് വയറ്റിലാണ് വെടിയേറ്റത്. നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരു തീവ്രവാദിയെ കൊലപ്പെടുത്തിയിട്ടുമുണ്ട്. ഒരാൾ ഓടിപ്പോയി. ഇതാണ് ഇതിനകം ലഭിച്ച റിപ്പോർട്ട്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനുണ്ട്. ഈ തീവ്രവാദികളെയും നിയമം ലംഘിക്കുന്നവരെയും ജമാഅത്തിന്റെ ശത്രുക്കളെയും അള്ളാഹു പെട്ടെന്ന് പിടികൂടട്ടെ. പഞ്ചാബ് സർക്കാർ, മുഖ്യമന്ത്രി, മറ്റു ഭരണകൂടങ്ങൾ എന്നിവർ പഞ്ചാബിൽ 100% കുറ്റകൃത്യങ്ങൾ നിയന്ത്രിച്ചെന്നും കുറ്റവാളികളില്ലെന്നും അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ അഹമ്മദികൾക്കെതിരെ ദിനംപ്രതി നടക്കുന്ന ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, അവരെ ദ്രോഹിക്കുന്നത്, സ്വത്തുക്കൾ അഗ്നിക്കിരയാക്കുന്നതൊക്കെ ഒരുപക്ഷെ അവർ കുറ്റകൃത്യമായി കാണുന്നില്ലായിരിക്കാം. അള്ളാഹു ഈ ഭരണകൂടങ്ങൾക്ക് ബുദ്ധി നൽകുമാറാകട്ടെ. എത്രയും വേഗം അള്ളാഹു ജമാഅത്തിൻ്റെ കാര്യത്തിൽ തൻ്റെ ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുത്തുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.